Hi friends, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് modifiers and qualifiers. Modifiers and qualifiers are the special keywords which will modify the width, accessibility and the memory scope of the variables. These are some keywords which is used to tune the property of the data type. അതായത് നമ്മൾ മോഡിഫയേഴ്സും ക്വാളിഫയേഴ്സും പറഞ്ഞ കുറച്ച് സ്പെഷ്യൽ കീവേഡ്സ് ആണ് സി പ്രോഗ്രാമിൽ അത് യൂസ് ചെയ്യുന്നത് ഡാറ്റ ടൈപ്സിന്റെ ചില പ്രോപ്പർട്ടീസ് ട്യൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ടൈപ്പിന്റെ എന്തൊക്കെ പ്രോപ്പർട്ടി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇൻറ്റ് ഡാറ്റ ടൈപ്പ് ഇൻറ്റിന്റെ സൈസ് എത്ര 4 ബൈറ്റ് ആണ്. നമുക്കൊരു സിനാരിയോയിൽ 4 ബൈറ്റ് ആവശ്യമില്ല. ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യാൻ ജസ്റ്റ് അതിനൊക്കെ താഴെ സൈസ് മതി, 2 ബൈറ്റ് മതി. അപ്പോൾ നമുക്ക് അതിന്റെ വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് വിഡ്ത്ത് പറഞ്ഞ സൈസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഡാറ്റ ടൈപ്പിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ സൈസ് നമുക്ക് കുറച്ചുകൂടി വലിയ സംഖ്യ സ്റ്റോർ ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനത്തെ ഇത് വരുമ്പോൾ നമുക്ക് സൈസ് കൂട്ടണം. ഇൻറ്റിജറിന്റെ സൈസ് 4 ബൈറ്റ്, അപ്പോൾ നമുക്ക് സൈസ് കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൈന് നമുക്ക് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ അങ്ങനെ നമുക്ക് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ സൈനിന് സെപ്പറേറ്റ് യൂസ് ചെയ്യുന്ന കീവേഡ്സ്. പിന്നെ സ്റ്റോറേജ് ലൊക്കേഷൻ മെമ്മറിയിൽ എവിടെയാണ് ഈ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അസസ് പ്രോപ്പർട്ടി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, ആ വേരിയബിൾ പിന്നെ ആ പ്രോഗ്രാമിൽ തന്നെ വീണ്ടും മോഡിഫൈ ചെയ്യാൻ പറ്റുമോ, മോഡിഫൈ ചെയ്യാൻ പറ്റില്ല, അതൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസസ് പ്രോപ്പർട്ടി അവിടെ ഉള്ളത്. അങ്ങനെ ഇതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോഡിഫയേഴ്സും ക്വാളിഫയേഴ്സും യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് മോഡിഫയേഴ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. മോഡിഫയേഴ്സ് സൈസ് പിന്നെ സൈനസ്. സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് കീവേഡ്സ് ആണ് ഷോർട്ട് കൊണ്ടുള്ള കീവേഡും ലോങ് കൊണ്ടുള്ള കീവേഡും. അതേപോലെ സൈനസിനെ സൈന് മാറ്റാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് അത് കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന രണ്ട് കീവേഡാണ് സൈൻഡ് അൺസൈൻഡ്. ഇത് രണ്ടാണ് മോഡിഫയേഴ്സിലുള്ളത്. പിന്നെ ക്വാളിഫയേഴ്സിലുള്ളതാണ് കോൺസ്റ്റന്റും വോളൈറ്റും. അതൊക്കെ നമുക്ക് വരുമ്പോൾ നോക്കി നോക്കാം എങ്ങനെയാണ്. ഇതാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള മോഡിഫയേഴ്സും ക്വാളിഫയേഴ്സും. അതിൽ സൈസിൽ നമുക്ക് ആദ്യമുള്ള സൈസിൽ മാറ്റം വരുത്തുന്നത്, അതായത് സൈസ് പറഞ്ഞാൽ വിഡ്ത്തിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മോഡിഫയർ ആണ് ഷോർട്ട് മോഡിഫയർ. അതേപോലെ ലോങ് ഇത് മൂന്നും നമ്മൾ എവിടെ യൂസ് ചെയ്യുക, സൈസ് മാറ്റാൻ യൂസ് ചെയ്യുന്ന മോഡിഫയർ ആണ് ഇത് മൂന്നും. അതിൽ ഏറ്റവും ആദ്യത്തുള്ള മോഡിഫയർ ആണ് ഷോർട്ട് മോഡിഫയർ നമ്മൾ ഏത് ഡാറ്റ ടൈപ്പിന്റെ ഒപ്പം യൂസ് ചെയ്യുക, ഇൻറ്റ് ഡാറ്റ ടൈപ്പിന്റെ ഒപ്പം മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈസ് റെഡ്യൂസ് ചെയ്യും. സൈസ് റെഡ്യൂസ്ഡ് ബൈ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ സൈസ്. അതായത് ഇപ്പൊ നമ്മള് ഇൻറ്റിന്റെ സൈസ് എത്രയാണ്, ഇൻറ്റ് ഡാറ്റ ടൈപ്പിന്റെ സൈസ് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ് നമ്മുടെ GCC. 4 ബൈറ്റ് ആണ് ഇൻ GCC. ഇൻറ്റ് ഡാറ്റ ടൈപ്പിന്റെ സൈസ് 4 ബൈറ്റ് ആണ് GCC. നമ്മൾ ഷോർട്ട് ഇൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈസ് 2 ബൈറ്റ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ഏത് ഡാറ്റ ടൈപ്പിന്റെ ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻറ്റ് ഡാറ്റ ടൈപ്പിന്റെ ഒപ്പം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്താൽ സൈസ് റെഡ്യൂസ് ബൈ ഹാഫ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ സൈസ്. അതായത് ഇന്റിജറിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. നമ്മൾ ഷോർട്ട് ഇൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ബൈറ്റ് എന്നായിരിക്കും. ഷോർട്ട് ഇൻറ്റ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻറ്റ് ഷോർട്ട് എന്ന് എഴുതിയാലും കുഴപ്പമില്ല, നമുക്ക് ഓർഡർ പ്രശ്നമില്ല. ഇൻറ്റ് ഷോർട്ട് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ അസൈൻ ചെയ്യാൻ പറ്റും, ഇൻറ്റ് ഷോർട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഇൻറ്റ് നമുക്ക് ഇങ്ങനെ അസൈൻ ചെയ്യാനും കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റ് എഴുതിയാലും കുഴപ്പമില്ല, അതായത് ജസ്റ്റ് ഷോർട്ട് എന്ന് എഴുതുക, അതിനുശേഷം നമ്പർ അസൈൻ ചെയ്യാം. ഇങ്ങനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെ അസൈൻ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ ഉണ്ട്, ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർമാറ്റ് സ്പെസിഫയർ അത് യൂസ് ചെയ്യും. ഫോർമാറ്റ് സ്പെസിഫയർ നമ്മൾ ഷോർട്ട് വാല്യൂ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഫോർമാറ്റ് സ്പെസിഫയർ ആണ് H. നമ്മൾ ജസ്റ്റ് ഒരു ഇന്റിജർ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ എന്താ യൂസ് ചെയ്യുക, ജസ്റ്റ് ഒരു ഇന്റിജർ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ %t അല്ലെങ്കിൽ %i യൂസ് ചെയ്യും. നമ്മൾ ഷോർട്ട് വാല്യൂ യൂസ് ചെയ്തിട്ട് പ്രിന്റ് ഇന്റിജർ വാല്യൂ, അതായത് ഷോർട്ട് വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ %HT കൊടുക്കുക. %HT ആണ് നമ്മൾ 2 ബൈറ്റ്സ് ഓഫ് ഡെസിമൽ വാല്യൂ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അതിന്റെ സൈസ് പറഞ്ഞാൽ 2 ബൈറ്റ്സ് ആയിരിക്കും. ഇനി നമുക്ക് %HX കൊടുക്കാൻ പറ്റും, %HX അല്ലെങ്കിൽ %H കൊടുക്കാൻ പറ്റും. അത് നമ്മൾ ഹെക്സാ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുക. അതിന്റെ സൈസും എന്തായിരിക്കും, 2 ബൈറ്റ്സ് തന്നെ ആയിരിക്കും. 2 ബൈറ്റ്സിലാണ് നമ്മൾ പ്രിന്റ് ചെയ്യുക, 2 ബൈറ്റ്സ് ഹെക്സാ വാല്യൂ. ഇനി നമുക്ക് %HO കൊടുക്കാൻ പറ്റും. %HO കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തെങ്കിലും പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അത് ഒക്ടൽ വാല്യൂസിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതിന്റെ സൈസ് എത്രയായിരിക്കും, 2 ബൈറ്റ്സ് തന്നെ ആയിരിക്കും. 2 ബൈറ്റ്സ് ഒക്ട വാല്യൂ.
അപ്പോൾ ഇതാണ് ഇതിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ. എച്ച് ആണ് നമ്മൾ കൊടുക്കുക. സാധാരണ ഇന്റിജറിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ പെർസെന്റേജ് ടി ആണ്, അല്ലെങ്കിൽ പെർസെന്റേജ് ഐ. നമുക്ക് ഡെസിമൽ വാല്യൂ പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ പെർസെന്റേജ് എച്ച് ഡി കൊടുക്കും. നമുക്ക് അതേപോലെ തന്നെ ഹെക്സാ വാല്യൂവിന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ തൊട്ടാ ഹെക്സാ വാല്യൂന്റെ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ ഒന്നെങ്കിൽ സ്മോൾ എക്സ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ് കൊടുക്കാൻ പറ്റും. ഞൊക്ടൽ വാല്യൂവിന്റെ എന്താ ഫോർമാറ്റ് സ്പെസിഫയർ പറഞ്ഞാൽ തൊട്ടാ നമുക്ക് പെർസെന്റേജ് ഒ കൊടുക്കാൻ പറ്റും, പെർസെന്റേജ് ഒ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഇനി ഷോർട്ടിലാണെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ടതായിരിക്കും. ഷോർട്ടിൽ നമുക്ക് ഡെസിമൽ വാല്യൂ പ്രിന്റ് ചെയ്യണമെന്നായിരിക്കും. അപ്പൊ നമ്മൾ 2 ബൈറ്റ്സ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെർസെന്റേജ് എച്ച് ഡി യൂസ് ചെയ്യും. പെർസെന്റേജ് എച്ച് എക്സ് അല്ലെങ്കിൽ പെർസെന്റേജ് എച്ച് ക്യാപിറ്റൽ എക്സ് നമ്മൾ 2 ബൈറ്റ്സിലെ എക്സാ വാല്യൂ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യും. പെർസെന്റേജ് എച്ച് ഒ ആണ് ഒക്ടൽ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ പറഞ്ഞാൽ തൊട്ടാ ഷോർട്ട് മോഡിഫയേഴ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓൺലി ഇൻറ്റി ഡാറ്റ ടൈപ്പ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിൽ മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ മോഡിഫൈ ദി വിഡ്ത്ത് ഓഫ് ദി ഇൻറ്റ് ഇൻ ടു 2 ബൈറ്റ്സ് ഇൻ GCC. GCC ആക്ച്വലി നമ്മുടെ ഇൻറ്റിജറിന്റെ സൈസ് 4 ബൈറ്റ് ആണ്. ഷോർട്ട് കീവേഡ് യൂസ് ചെയ്താൽ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. നമുക്കൊരു പ്രോഗ്രാം നോക്കി നോക്കാം. ഇൻറ്റ് നമ്പർ ഇസ് ഈക്വൽ ടു 45 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിന്റെ സൈസ് ഞാൻ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് അപ്പ് സൈസ് ഇസ് ഈക്വൽ ടു പെർസെന്റേജ് സെറ്റ് യു. നമ്മൾ സൈസ് പ്രിന്റ് ചെയ്യുമ്പോൾ സെറ്റ് യു ആണ് പോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ LU പെർസെന്റേജ് LU യൂസ് ചെയ്യുക. നമുക്ക് എപ്പോഴും പോർട്ടബിൾ ആയിട്ടുള്ള പെർസെന്റേജ് സെറ്റ് യൂസ് ചെയ്യാം. അതെല്ലായിടത്തും വർക്ക് ചെയ്യും. സൈസ് ഓഫ് നമുക്ക് ഇൻറ്റിന്റെ സൈസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സൈസ് ഓഫ് ഇൻറ്റ് കൊടുത്തു. സൈസ് ഓഫ് ഇൻറ്റ് ഈക്വൽ ടു, ഞാൻ ഈ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം കമ്പൈൽ ചെയ്തു. GCC program dot c കമ്പൈൽ ചെയ്തതിനു ശേഷം റൺ ചെയ്യുക. റൺ ചെയ്തപ്പോൾ എത്ര കിട്ടി? സൈസ് ഓഫ് ഇൻറ്റ് ഈസ് ഈക്വൽ ടു 4. ഞാൻ ഇൻറ്റിന് പകരം ഞാൻ വേറൊരു നമ്പർ ഉണ്ടാക്കാം. ഷോർട്ട് num2 is equal to 56. അതിന് ശേഷം ഞാൻ ഇവിടെ പ്രിന്റ് എഫ് തന്നെ യൂസ് ചെയ്യണം. അതായത് സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ്, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റിന്റെ സൈസ് എത്രയാണ്? ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് കൊടുക്കുക, ഷോർട്ട് ഇൻറ്റ് കൊടുക്കുക. ഇനി ആ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്യണം. GCC program dot c അതിനുശേഷം റൺ ചെയ്തു. ഡോട്ട് സ്ലാഷ് എത്ര? സൈസ് ഓഫ് ഇൻറ്റ് 4, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2. നമുക്കിവിടെ ഒറ്റ ലൈൻ വരാൻ കാരണം നമ്മളിവിടെ ന്യൂ ലൈൻ കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് സ്ലാഷ് എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് വീണ്ടും റൺ ചെയ്യണം. അതിക്ക് കമ്പയർ ചെയ്യുക. GCC program dot c അതിനുശേഷം റൺ ചെയ്യും. ഇപ്പൊ എത്ര കിട്ടി നമുക്ക്? സൈസ് ഓഫ് ഇൻറ്റ് ഈസ് ഈക്വൽ ടു 4, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് ഈസ് ഈക്വൽ ടു 2. അതിപ്പോൾ ഷോർട്ട് ഇൻറ്റിന്റെ സൈസ് എത്രയാണ്? 2 ആണ്. സൈസ് ഓഫ് ഇൻറ്റിന്റെ സൈസ് 4, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ്, അതായത് ഷോർട്ട് എന്ന വേർഡിന്റെ ഈ വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൈസ് നമുക്ക് എത്ര കിട്ടുക? റെഡ്യൂസ് ചെയ്യും. സൈസ് നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യും. ഷോർട്ട് ജസ്റ്റ് ഷോർട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അവിടെ ജസ്റ്റ് കമന്റ് ചെയ്യാണ് എങ്ങനെ കൊടുക്കാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ രീതിയിലൊക്കെ ഷോർട്ട് ഇൻറ്റ് num2 ഈക്വൽ ടു 56 കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്താലും എറർ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റ് ഷോർട്ട് num2 ഈക്വൽ ടു 56 ഇങ്ങനെ കൊടുത്താലും നമുക്ക് എറർ ഇല്ല. എങ്ങനെ വെച്ചാൽ കൊടുക്കാം. ഷോർട്ട് ഒന്ന് ജസ്റ്റ് കൊടുത്താലും എറർ ഇല്ല. ഷോർട്ടിന്റെ സൈസ് എത്ര വരിക? 2 ആണ് വരിക. നമുക്ക് സൈസ് ചെക്ക് ചെയ്യണമെങ്കിൽ സൈസ് ഓഫ് ഇൻറ്റിന്റെ അവിടെ ഷോർട്ടിന്റെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഷോർട്ട് കൊടുത്താലും നമുക്ക് ആൻസർ കിട്ടും. അവിടെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ സൈസ് ഓഫ് ഇവിടെ ജസ്റ്റ് ഷോർട്ട് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ആ വേരിയബിൾ നെയിം കൊടുത്താലും മതി. അല്ലെങ്കിൽ എത്ര വേരിയബിളിന്റെ നെയിം കൊടുക്കുക? num2 ആണ്. ഈ വേരിയബിളിന്റെ നെയിം ഇല്ലേ, അത് കൊടുത്താലും മതി. വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡാറ്റ ടൈപ്പ് കൊടുക്കുമ്പോഴാണ് സൈസ് ഓഫ് വേണ്ടിട്ട് ബ്രാക്കറ്റ് കമ്പൾസറി ആയിട്ടുള്ളത്. അപ്പൊ ഈ പ്രോഗ്രാം ജസ്റ്റ് ഞാൻ സേവ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ കമ്പൈൽ ചെയ്യണം. GCC program dot c അതിനുശേഷം റൺ ചെയ്തു. എത്ര കിട്ടി? സൈസ് ഓഫ് ഇൻറ്റ് ഈസ് ഈക്വൽ ടു 4, അതിനുശേഷം സൈസ് ഓഫ് ഇൻറ്റ് 2, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2. അത് 3 തവണ പ്രിന്റ് ചെയ്യണം. അപ്പൊ ന്യൂ ലൈൻ കൊടുത്ത് പ്രിന്റ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഓരോ ലൈനിലായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. ഞാൻ ജസ്റ്റ് ആ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം വീണ്ടും കമ്പൈൽ ചെയ്തു. GCC program dot c അതിനുശേഷം റൺ ചെയ്തു. അപ്പൊ കണ്ടോ? സൈസ് ഓഫ് ഇൻറ്റ് 4, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2. അപ്പൊ സൈസ് ഓഫ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ
ഒരു വാല്യൂ അല്ലെങ്കിൽ ഒരു വേരിയബിൾ അതിന്റെ സൈസ് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സൈസ് ഓഫിന്റെ ഉള്ളിൽ നമ്മൾ ഈ ബ്രാക്കറ്റ് കൊടുക്കണം. എപ്പോ നമ്മൾ ഡാറ്റ ടൈപ്പ് ആണ് കൊടുക്കണമെങ്കിൽ, ഷോർട്ട് ഇന്റ് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആണ്, അതേപോലെ ഷോർട്ട് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ആണ്. ജസ്റ്റ് വേരിയബിളിന്റെ നെയിം ആണെങ്കിൽ ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ബ്രാക്കറ്റ് കൊടുത്താലും കുഴപ്പമില്ല. അതായത് ഇവിടെ നമുക്ക് സൈസ് ഓഫ് num2 കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും കുഴപ്പമില്ല. അതായത് സൈസ് ഓഫ് num2 ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ കൊടുത്താലും എറർ കിട്ടില്ല. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ റൺ ചെയ്ത് നോക്കി നോക്കാം. GCC program.c അതിനുശേഷം റൺ ചെയ്യുക. റൺ ചെയ്ത് വന്നപ്പോൾ സൈസ് ഓഫ് ഇൻറ്റ് 4, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2, സൈസ് ഓഫ് ഷോർട്ട് ഇൻറ്റ് 2. ഇനി സൈസ് നമുക്ക് വേറെ രീതിയിൽ പ്രിന്റ് ചെയ്യണമെന്നായിരിക്കും. ഷോർട്ട് num2 is equal to 56 ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പ്രിന്റ് ചെയ്യണമെന്നായിരിക്കാം പ്രിന്റ് ഓഫ്. അതായത് ഇതൊക്കെ ഞാൻ കളയട്ടെ, ഇനി നമുക്ക് ഇതൊന്നും ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഇനി പ്രിന്റ് ഓഫ് num2 is equal to percentage hd കൊടുത്തു. num2 is equal to percentage hd നമ്മളിപ്പോൾ പഠിച്ച കാര്യം. അതിനുശേഷം നമ്മിന്റെ പേര് കൊടുക്കുക, num2. ഇനി ഞാൻ ജസ്റ്റ് സേവ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്യണം. അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്, GCC program.c. അതിനുശേഷം റൺ ചെയ്തു. ഇപ്പോൾ കണ്ട num2 is equal to 56. നമുക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ percentage hd വെച്ചിട്ടാണ് പ്രിന്റ് ചെയ്യുക. ഇനി നമുക്ക് ഒക്ടലിലും ഹെക്സലിലും ഒക്കെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത് വീണ്ടും കോപ്പി ചെയ്യുക. അതിനുശേഷം ഇവിടെ HDക്ക് പകരം HX കൊടുക്കുക, /n കൊടുക്കട്ടോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി സിംഗിൾ ലൈനിലേക്ക് കിട്ടും. പെർസെൻറ്റേജ് HX കൊടുക്കുക, അതിനുശേഷം /n. ഇവിടെ പെർസെൻറ്റേജ് O ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് num2 ഡെസിമൽ വാല്യൂ കിട്ടും, num2 ഹെക്സ വാല്യൂ, ഒക്ട വാല്യൂ, പെർസെൻറ്റേജ് HD കൊടുത്തു, പെർസെൻറ്റേജ് HX, പെർസെൻറ്റേജ് HO കൊടുത്തു. ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ജസ്റ്റ് കമ്പനി GCC program.c. അതിനുശേഷം റൺ ചെയ്യും. അപ്പോൾ num2 ഡെസിമൽ വാല്യൂ 56 ആണ്. num2 ഹെക്സ വാല്യൂ ചെയ്യുമ്പോൾ എത്ര 38 വരും. num2 ഒക്ടൽ വാല്യൂ എത്ര വരിക 17 ആണ് വരിക. ഒക്ടൽ വാല്യൂ 17 എത്തി, എക്സൽ വാല്യൂ 38. ഇങ്ങനെയാണ് നമ്മൾ ആ വാല്യൂസ് ഡിഫറെന്റ് രീതിയിൽ പ്രിന്റ് ചെയ്യുക. ഇതിനാണ് ഷോർട്ട് യൂസ് ചെയ്യുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലോങ് മോഡിഫയർ. ലോങ് മോഡിഫയർ ക്യാൻ ബി യൂസ്ഡ് ഐദർ വിത്ത് ഇൻറ്റ് ഡാറ്റ ടൈപ്പിനൊപ്പം യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡബിൾ ഡാറ്റ ടൈപ്പിനൊപ്പം യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ് വിൽ മോഡിഫൈ ദി വിഡ്ത്ത് ഓഫ് ദി ഇൻറ്റ് ആൻഡ് ഡബിൾ വിച്ച് ഇസ് കമ്പൈലർ ഇംപ്ലിമെന്റേഷൻ ഡിപ്പെൻഡന്റ്. കമ്പൈലറിന്റെ അനുസരിച്ചായിരിക്കും ഡബിൾ മോഡിഫയർ എത്രയാണ് മാറ്റുക. സാധാരണ ഇത് ഡബിൾ ആണ് ആക്കുക. ലോങ് മോഡിഫയർ എന്ന് പറഞ്ഞാൽ ഇൻറ്റിജറിന്റെ സൈസ് 4 ബൈറ്റ് അല്ലേ, അതായത് ഇൻറ്റിന്റെ സൈസ് പറഞ്ഞ എത്രയാണ് 4 ബൈറ്റ് ആണ്. 4 ബൈറ്റ് നമ്മൾ ലോങ് ഇൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ലോങ് കീവേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ഇൻറ്റിന്റെ സൈസ് 8 ബൈറ്റ് ആയിട്ടുണ്ടായിരിക്കും. സാധാരണ ഇരട്ടിയാണ് അത്. കമ്പൈലർ ഇൻഡിപെൻഡന്റ് ആണ്. അതേപോലെ ഡബിളിന്റെ സൈസ് എത്രയാണ്? ഡബിൾ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്ര വരിക? ഡബിൾ ഡാറ്റ ടൈപ്പിന്റെ സൈസ് 8 ബൈറ്റ് ആണ് വരിക. നമ്മൾ ലോങ് ഡബിൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 16 ബൈറ്റ് ആയിട്ടുണ്ടായിരിക്കും. ശരിക്കും കമ്പൈലർ ഡിപ്പെൻഡ് ആണ്. പക്ഷെ GCC നമ്മുടെ കമ്പൈലറിൽ ഇൻറ്റിജറിന്റെ 4 ബൈറ്റ് ഉള്ളത് ലോങ് ഇൻറ്റിലേക്ക് 8 ബൈറ്റും ഡബിളിന്റെ 8 ബൈറ്റ് ഉള്ളത് ലോങ് ഡബിൾ യൂസ് ചെയ്യുമ്പോൾ 60 ബൈറ്റ്, അതായത് ഇരട്ടിയാക്കും സൈസ്. നമുക്കിത് എങ്ങനെയൊക്കെ അസൈൻ ചെയ്യാം? ലോങ് ഇൻറ്റ് നമ്പ്, അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റ് ലോങ് നമ്പ്, ഓർഡർ സീനില്ല അങ്ങനെ കൊടുക്കും. ലോങ് ഇൻറ്റ് നമ്പ് അല്ലെങ്കിൽ ഇൻറ്റ് ലോങ് നമ്പ് കൊടുത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലോങ് നമ്പ് കൊടുക്കാനും പറ്റും. ഇൻറ്റിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഡീഫോൾട്ട് അർത്ഥം പറഞ്ഞാൽ, അതായത് ലോങ് നമ്പിന്റെ അർത്ഥം പറഞ്ഞാൽ ജസ്റ്റ് ലോങ് നമ്പ് കൊടുത്ത് വെക്കുക. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻറ്റ് ലോങ് നമ്പ് തന്നെയാണ്. ഡീഫോൾട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇൻറ്റ് ലോങ് നമ്പ് എന്നാണ്. ഇൻറ്റ് ലോങ് നമ്പ് എന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ ലോങ് ഡബിൾ നമ്പ് കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഫോർമാറ്റ് സ്പെസിഫിക് പറഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പെർസെൻറ്റേജ് LD യൂസ് ചെയ്യും, എക്സൽ പ്രിന്റ് ചെയ്യാൻ പെർസെൻറ്റേജ് LX, അല്ലെങ്കിൽ പെർസെൻറ്റേജ് LX ക്യാപിറ്റൽ X കൂടെ കൊടുക്കും. ഒക്ടേല് പെർസെൻറ്റേജ് LO കൊടുക്കും. ഡബിളിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജ് LF യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിന്റെ ഫോർമാറ്റ് സ്പെസിഫയേഴ്സ്. ഈ ലോങ്ങിന്റെ പ്രോബ്ലം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റ് ലോങ് നം ഇസ് ഈക്വൽ ടു 45. ഞാൻ ജസ്റ്റ് ആ വേരിയബിൾ ക്രിയേറ്റ് ആക്കി. നമുക്ക് ഇൻറ്റ് ലോങ് നമ്മൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോങ് ഇൻറ്റ് നമ്മ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഇൻറ്റ് ലോങ് നമ്മ കൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തു.
അതിനുശേഷം ആ വാല്യൂക്ക് പ്രിന്റ് ചെയ്യണം വരിക, ഡെസിമൽ വാല്യൂ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് അപ്പ് നം ഇസ് ഈക്വൽ ടു %LD, അതിനുശേഷം സ്ലാഷ് ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്, അതിനുശേഷം കോമ വേരിയബിളിന്റെ നെയിം നം. ജസ്റ്റ് എനിക്ക് ആ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ Ctrl+S അടിക്കുക, സേവ് ചെയ്യുക. അതിനുശേഷം ആ പ്രോഗ്രാം ജസ്റ്റ് കമ്പൈൽ ചെയ്യുക, GCC program .c അടിക്കുക, കമ്പൈൽ ചെയ്തു. അതിനുശേഷം റൺ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് റൺ ചെയ്യുക. നം ഇസ് ഈക്വൽ ടു 45 കിട്ടി. എനിക്ക് ഇതേ വാല്യൂ എനിക്ക് ഹെക്സൈലും ഡെസിമലിലും ഹെക്സൈലും ഒക്ടയിലൊക്കെ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. %C ജസ്റ്റ് കോപ്പി പേസ്റ്റ് അടിക്കുക. അതിനുശേഷം %LDക്ക് പകരം ഇവിടെ LX ടൈപ്പ് ചെയ്യുക, ഇവിടെ LDക്ക് പകരം LO ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മ ഏത് രൂപത്തിൽ കിട്ടുക, നമ്മിൻ ഹെക്സ വാല്യൂല് കിട്ടുക. ഇവിടെ ഏത് രീതിയിൽ കിട്ടുക, നമ്മിൻ ഒക്ടൽ വാല്യൂലാണ് നമുക്ക് ഇത് കിട്ടുക. ജസ്റ്റ് ഇത് സേവ് ചെയ്യുക, അതിനുശേഷം കമ്പൈൽ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, GCC program.c, അതിനുശേഷം കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മിന്റെ വാല്യൂ ഡെസിമൽ വാല്യൂ 45 കിട്ടും. ഹെക്സ വാല്യൂല് 2D എന്നായിരിക്കും അതിന്റെ ഔട്ട്പുട്ട്, ഒക്ടൽ വാല്യൂല് 55 എന്നായിരിക്കും കിട്ടും. എനിക്ക് ഈ ഡാറ്റ ടൈപ്പിന്റെ സൈസ് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രിന്റ് നം സൈസ് ഈക്വൽ ടു %ZU, ഇത് ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. നമ്മൾ സൈസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് ഓഫ് അതിന്റെ അകത്ത് നമ്മൾ ആ ഡാറ്റ ടൈപ്പിന്റെ കൊടുക്കുക. അതായത് ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഇൻറ്റ് ലോങ് എന്നാണ്. ജസ്റ്റ് ഇൻറ്റ് ലോങ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് സെമിക്കോളൻ കൊടുത്തു. ഇതന്നെ ഇങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ ആ വേരിയബിളിന്റെ നെയിം കൊടുത്താൽ മതി. അതായത് സൈസ് ഓഫ് ഇൻറ്റ് ലോങ്ങിന് പകരം ആ വേരിയബിളിന്റെ നെയിം നം എന്നാണ്, ജസ്റ്റ് നം എന്ന് കൊടുത്താൽ. പിന്നെ ന്യൂ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ജസ്റ്റ് സ്ലാഷ് ആഡ് ചെയ്യണം. ഇവിടെയും ജസ്റ്റ് സ്ലാഷ് ആഡ് ചെയ്തു. ഞാൻ ജസ്റ്റ് Ctrl+S സേവ് ചെയ്തു. ഇവിടെ ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിയർ അടിച്ചു. അതിനുശേഷം കമ്പൈൽ ചെയ്യാൻ GCC program.c അടിച്ചു, കമ്പൈൽ ചെയ്തു. ഞാൻ ജസ്റ്റ് റൺ ചെയ്യാം. അപ്പോൾ കണ്ടു നം ഇസ് ഈക്വൽ ടു 45 ഇത് നം ഇസ് ഈക്വൽ ടു 45, നമ്മിന് ഹെക്സ 2D, നമ്മിൻ ഒക്ട 55, നം സൈസ് 8, നം സൈസ് 8. ശരിക്കും ഇൻറ്റിജറിന്റെ സൈസ് എത്രയാണ്, 4 ബൈറ്റ് ആണ്. നമ്മൾ ഇൻറ്റ് ലോങ് കൊടുത്തപ്പോൾ 8 ബൈറ്റ് ആയിട്ട് കിട്ടും. ഇൻറ്റ് ലോങ്ങിന് പകരം നമ്മൾ ജസ്റ്റ് ലോങ് കൊടുത്ത് വിചാരിക്കും, അപ്പോഴും ഇതേ ഔട്ട്പുട്ടാണ് കിട്ടുക, അപ്പോഴും എറർ കിട്ടില്ല. ജസ്റ്റ് ഇവിടെ സേവ് ചെയ്തു, അതിനുശേഷം കമ്പൈൽ ചെയ്തു, ഇനി റൺ ചെയ്തു, അപ്പോൾ നമുക്ക് അതേ ഔട്ട്പുട്ടാണ് കിട്ടുക. ജസ്റ്റ് ലോങ് കൊടുത്താലും ഇൻറ്റ് ലോങ് കൊടുത്താലും ഇനി ലോങ് ഇൻറ്റ് കൊടുത്താലും ഒരു പ്രശ്നമില്ല, ലോങ് ഇൻറ്റ് കൊടുത്ത് വിചാരിക്കും, അപ്പോഴും കുഴപ്പമില്ല. പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു, അതിനുശേഷം കമ്പൈൽ ചെയ്തു, റൺ ചെയ്തു, അപ്പോഴും കുഴപ്പമില്ല. അപ്പം എങ്ങനെയാണെങ്കിലും കൊടുക്കാം. എനിക്ക് ഈ ലോങ് എന്ന കീവേഡ് നമുക്ക് ഡബിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ യൂസ് ചെയ്യുക, ലോങ് ഡബിൾ ഈക്വൽ ടു വേരിയബിളിന്റെ നെയിം ലോങ് ഡബിൾ num2 പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. num2 പറഞ്ഞിട്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ 45.57 ടൈപ്പ് ചെയ്തു. ഞാൻ എനിക്ക് ഈ വാല്യൂ പ്രിന്റ് ചെയ്യണ വിചാരിക്കുക. അതായത് ഇപ്പോൾ ഞാൻ ഡബിൾ പറഞ്ഞിട്ടൊരു വാല്യൂ ക്രിയേറ്റ് ചെയ്തു. എനിക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ %LF യൂസ് ചെയ്യുക. അതായത് ഡബിൾ വാല്യൂ ആണ് നമ്മൾ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അത് num2 ആണ്, ആ വേരിയബിളിന്റെ നെയിം num2 ആണ്. അതിനുശേഷം ഇവിടെ num2 കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം ഞാൻ ജസ്റ്റ് റൺ ചെയ്യണം. അതിന് മുന്നേ സേവ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് കമ്പൈൽ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ %LF, ക്യാപിറ്റൽ LF ആണ് നമ്മൾ കൊടുക്കട്ടോ, സോറി. അതിനുശേഷം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം കമ്പൈൽ ചെയ്യുക, GCC program.c, അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ, നം ഇസ് ഈക്വൽ ടു 45, ഹെക്സയിൽ 2D, അതായത് 45ന്റെ ആണ് ഈ ആദ്യത്തെ 3 പ്രിന്റ് അപ്പിൽ, അതാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. 45, 2D, 55. പിന്നത്തെ പ്രിന്റ് അപ്പിൽ നമ്മൾ എന്താ പ്രിന്റ് ചെയ്യിക്കുന്നത്, num2ന്റെ വാല്യൂ 45.57, അത് ഡബിളിൽ നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്നത് 45.57, 4 4 0. ഇനി വേരിയബിളിന്റെ സൈസ് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രിന്റ് എഫ് സൈസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അവിടെ num2ന്റെ സൈസാണ് നമ്മൾ കൊടുത്ത് ചെക്ക് ചെയ്യുന്നത്. num2 %z യൂസ് ചെയ്യുക. ആ വേരിയബിളിന്റെ ഡാറ്റ ടൈപ്പിന്റെ നെയിം എന്താ, ലോങ് ഡബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ലോങ് ഡബിൾ. ഒന്നെങ്കിൽ ലോങ് ഡബിൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് സൈസ് ഓഫ് ആ വേരിയബിളിന്റെ നെയിം സൈസ് ഓഫ് num2 എന്ന് കൊടുക്കാൻ പറ്റും. ഡാറ്റ ടൈപ്പ് കൊടുക്കുമ്പോൾ സൈസ് ഓഫിന് ശേഷം ബ്രാക്കറ്റ് കൊടുക്കണം. വേരിയബിളിന്റെ നെയിം കൊടുക്കുമ്പോൾ ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. വേരിയബിളിന്റെ നെയിം num2 ആണ്, അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഇല്ലാണ്ട് കൊടുക്കാൻ പറ്റും. ഞാൻ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം ഞാൻ ഇവിടെ ജസ്റ്റ് കമ്പൈൽ ചെയ്യാണ്, GCC program.c, അതിനുശേഷം റൺ ചെയ്യുക.
റൺ ചെയ്തപ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടി? num is equal to 45. അതിനുശേഷം nuമിന് ഹെക്സ 2d, nuമിന് നൊക്ട 55, num2 45.570. അത് ഇവിടെയാണ് പ്രിന്റ് ചെയ്തത്. പിന്നെ nuമിന്റെ സൈസ് 8, nuമിന്റെ സൈസ് 8. അതായത് ഈ ഡാറ്റ ടൈപ്പിന്റെ സൈസ് 8 ആണ്. ഡബിൾ ആയി. 4 ആണ് ഇന്റിജറിന്റെ സൈസ്. ഇപ്പൊ നമ്മൾ 8 ആയി. ഡബിളിന്റെ സൈസ് എത്രയാണ്? 8 ബൈറ്റ് ആണ്. പക്ഷെ ലോങ് ഡബിളിന്റെ സൈസ് 16 ബൈറ്റ് ആണ്. നമ്മളെ ഇവിടെ ചെക്ക് ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 16 ബൈറ്റ് ആണ് കിട്ടിയത്. ഇങ്ങനെയാണ് നമ്മൾ സൈസ് ചെക്ക് ചെയ്യുക. സൈസ് ഓഫിന്റെ ഉള്ളിൽ, സൈസ് ഓഫിന്റെ ഉള്ളിൽ പേഴ്സണൽ സെഡ് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എൽ യൂസ് ചെയ്യാൻ പറ്റും. LU. പക്ഷെ സെഡ് നമുക്ക് എല്ലാ ആർക്കിടെക്ചറിലും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെഡ് യൂസ് ചെയ്തത്. LU യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് യു മാത്രമായിട്ട് ടൈപ്പ് ചെയ്യുക. അങ്ങനെ അത് എല്ലാ ആർക്കിടെക്ചറിലും പറ്റില്ല. 32-bit ആർക്കിടെക്ചർ, 64-bit ആർക്കിടെക്ചർ, അങ്ങനെ ജസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ട് പേഴ്സണൽ സെഡ് യൂസ് ചെയ്താൽ എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. അത് പോർട്ടബിൾ ആയിരിക്കും, എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പേഴ്സണൽ സെഡ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. ഷോർട്ട് ഫ്ലോട്ട് നം ഈസ് ഈക്വൽ ടു 6.7. അതിനുശേഷം നമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുക. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വരിക? വാർണിംഗ് മെസ്സേജ് വരിക, അതായത് എറർ മെസ്സേജ് വരും. കാരണം ഷോർട്ട് എന്ന കീവേഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇന്റിജർ ഡാറ്റ ടൈപ്പ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. ഫ്ലോട്ട് എന്ന ഡാറ്റ ടൈപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നമുക്ക് ജസ്റ്റ് റൺ ചെയ്യുക. GCC program.c കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ കിട്ടും. എറർ മെസ്സേജ് കണ്ട ഷോർട്ട് ഫ്ലോട്ട് നം ഈസ് ഈക്വൽ ടു 6.7. ഷോർട്ട് എന്ന കീവേഡ് ഫ്ലോട്ടിന്റെ അവിടെ നമുക്ക് പറ്റില്ല. അതാണ് ഇതിന്റെ അർത്ഥം. അതേപോലെ ലോങ് എന്ന കീവേഡ് നമുക്ക് പറ്റില്ല. ലോങ് എന്ന കീവേഡ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം %HDക്ക് പകരം %LD കൊടുത്തിരിക്കും. അതിനുശേഷം ഇതേ പ്രോഗ്രാം ജസ്റ്റ് സേവ് ചെയ്തു. GCC program.c അടിച്ച അപ്പോഴും നമുക്ക് എറർ കിട്ടും. ഫ്ലോട്ട് എന്ന വാല്യൂ ഇത് രണ്ടിനും പറ്റില്ല. അതേപോലെ ഞാനിപ്പോൾ ക്യാരക്ടർ കൊടുത്തിരിക്കും. ലോങ് ക്യാരക്ടർ ഇസ് ഈക്വൽ ടു, അതിനുശേഷം നമ്മൾ പ്രിന്റ് ചെയ്യായിരിക്കും. അപ്പോഴും നമുക്ക് എറർ മെസ്സേജ് കിട്ടും. GCC അടിച്ചു കൊടുത്താൽ നമുക്ക് എറർ മെസ്സേജ് കിട്ടും. ക്യാരക്ടർ നമ്മളിപ്പോൾ പഠിച്ചാൽ തൊട്ടാ ലോങ് എന്ന വേർഡ് ഡബിളിൽ യൂസ് ചെയ്യാൻ പറ്റും, ഇൻഡ് ഡാറ്റ ടൈപ്പിൽ യൂസ് ചെയ്യാൻ പറ്റും. ഷോർട്ട് എന്ന കീവേഡ് ഇൻഡ് ഡാറ്റ ടൈപ്പിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കും. അടുത്തതാണ് ലോങ് കീവേഡ്. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലോങ് മോഡിഫയേഴ്സും ആകെ നമുക്ക് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന്റെ ഒപ്പം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അത് മോഡിഫൈ ചെയ്യുക നമ്മുടെ കമ്പൈലറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലപ്പോൾ 8 ബൈറ്റ് ആയിരിക്കും കമ്പൈലർ സൈസ്, അല്ലെങ്കിൽ 16 ബൈറ്റ് ആയിരിക്കും സൈസ്. എങ്ങനെയൊക്കെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാം? ലോങ് ഇൻറ്റ് നമ്പർ, അല്ലെങ്കിൽ ലോങ് നമ്പർ ഇൻറ്റ് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന്റെ ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്ത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്ത് %LLD അല്ലെങ്കിൽ %LLX, ക്യാപിറ്റൽ X യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ X യൂസ് ചെയ്യാം. ഹെക്സ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഒക്ടൽ വാല്യൂ പ്രിന്റ് ചെയ്യണമെങ്കിൽ %LLO. ഇതാണ് ലോങ് യൂസ് ചെയ്യുന്നത്. ഇത് ഇതേപോലെ നമുക്ക് ജസ്റ്റ് പ്രോഗ്രാമിൽ സൈസ് ഓഫ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചെക്ക് ചെയ്യാവുന്നതാണ് എത്രയാണ് സൈസ് ഉള്ളത്.